children, welcome to Kids Area Online. മലയാളം പഠിച്ചു തുടങ്ങുവാണ്. Are you ready? Yes. ഒന്നാമത്തെ പാഠഭാഗത്തേക്ക് പോവുകയാണ്. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 9746487799. ഇതുപോലെ നിങ്ങൾ കണ്ടതുപോലുള്ള ബാക്കി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും മാത്സ് ആയാലും 1ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പാഠം 1. ഏതാ? 1. ഇവിടെ നിങ്ങൾ എന്താ കാണുന്നേ? ഇവിടെ എന്ത് നിങ്ങൾ കാണുന്നുണ്ട്? പക്ഷികൾ. എന്താ കാണുന്നേ? പക്ഷികൾ. പക്ഷികൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയാവോ? പറവകൾ. എന്താ? പറവകൾ. 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 ബേർഡ്സ്. ബേർഡ്സ്. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ. പക്ഷികൾക്ക് മലയാളത്തിൽ മറ്റൊരു പേര് കൂടി പറയും. എന്താണ്? പറവകൾ. ഇവിടെ പറവകൾ എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാൻ പഠിക്കാം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ക്ലാസ്സിൽ വായിക്കാൻ പഠിക്കാം. ഓക്കെ, പറവകൾ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷികളുടെ മറ്റൊരു പേരെന്താ? ബേർഡ്സിന്റെ മറ്റൊരു പേരെന്താ? പറവകൾ. ഇവിടെയുള്ള പക്ഷികളൊക്കെ നിങ്ങൾക്കറിയാവോ? ഈ പറവകളെ അറിയാവോ? അറിയാവോ? എന്നാലൊന്ന് പറഞ്ഞേ, ആരൊക്കെയാ? ഇതാരാണ്? ഈ മരക്കൊമ്പിലിരിക്കുന്നവർ ആരാണ്? പറഞ്ഞേ. കാക്ക. യെസ്, വെരി ഗുഡ്, കാക്ക. അങ്ങനെയാണെങ്കിൽ ഈ മരക്കൊമ്പിൽ ആരായിരിക്കുന്നേ? തത്ത. ആരാ? തത്ത. കാക്ക, തത്ത. ഓക്കെ, അതും ശരിയാണ്. ഇതാരാണ്? ഈ വെള്ള നിറത്തിൽ ആരാണ്? വെള്ളരിപ്രാവുകൾ. പ്രാവ്. പ്രാവ് കേട്ടിട്ടുണ്ടോ? പിജിയൺ, പ്രാവ് കേട്ടിട്ടുണ്ടോ? വെള്ളരിപ്രാവുകളാണ് കേട്ടോ. പാരറ്റ്, തത്ത. തത്ത എന്ന് പറഞ്ഞാൽ പാരറ്റ് ആണ് കേട്ടോ. ക്രോ, കാക്ക. ക്രോ എന്ന് പറഞ്ഞാൽ കാക്ക. പാരറ്റ്, തത്ത. ഇതാരാണ്? ഡോ, വെള്ളരിപ്രാവുകൾ. ഇവിടെ വേറൊരാളുണ്ടല്ലോ. ഇതാരാ? കിങ്ഫിഷർ എന്ന് കേട്ടിട്ടുണ്ടോ? പൊന്മാൻ. അതെ, ഇത് പൊന്മാനാണ്. ആരാ? പൊന്മാനാണ് കേട്ടോ, പൊന്മാൻ. ഇനി ഇവിടെ മറ്റൊരാളുണ്ട്, നൃത്തമൊക്കെ ചെയ്യുന്ന. ആരാ? മഴ വരുമ്പോ നൃത്തം ചെയ്യുന്നത് ആരാ? മഴ വരുമ്പോ നൃത്തം ചെയ്യുന്ന പറവയാരാ? നിങ്ങൾക്കറിയില്ലേ? ആ, മയിൽ. ആരാ? മയിൽ. ഇതാരാണ്? മയിലാണ് കേട്ടോ. ഇവിടെ മറ്റ് ചില കിളികളെ കാണുന്നില്ലേ? യെസ്, ഇതാണ് മഞ്ഞക്കിളികൾ. ആരാ? മഞ്ഞക്കിളികൾ. നമ്മൾ ഇംഗ്ലീഷിൽ കാനറി ബേർഡ്സ് എന്നൊക്കെ പറയും. കാനറി ബേർഡ്സ്, CANARY, മഞ്ഞക്കിളികൾ. കേട്ടോ, ഇതാരാ? മഞ്ഞക്കിളികൾ. ഇവിടെ കുറച്ച് പക്ഷികൾ, പറവകളെ നമ്മൾ പരിചയപ്പെട്ടു. ഒരിക്കൽ കൂടി പറഞ്ഞേ. കാക്ക, തത്ത, പ്രാവ്, പൊന്മാൻ, മയിൽ, മഞ്ഞക്കിളി. യെസ്, വെരി ഗുഡ്. നിങ്ങൾ പഠിച്ചു അല്ലേ? നോക്കി, ഇവരെല്ലാവരുടെയും മുഖം ഒന്ന് നിങ്ങൾ നോക്കിയേ. ഈ പറവകളുടെ മുഖം നിങ്ങളൊന്ന് നോക്കിയേ. കാക്ക എന്താ ചെയ്യുന്നേ? ആരെ നോക്കുക? മഞ്ഞക്കിളികളെ നോക്കുക. എങ്ങനെയാ നോക്കുന്നേ? ഇതാരാ ഈ വരുന്നേ എന്ന രീതിയിൽ നോക്കുവാണല്ലേ. ഇതാരാണ്? തത്ത. തത്ത ആരെയെ നോക്കുന്നേ? മഞ്ഞക്കിളികളെ നോക്കുന്നു. പ്രാവ്. പ്രാവ് ആരെയാ നോക്കുന്നേ? മഞ്ഞക്കിളികളെ നോക്കുന്നു. പൊന്മാൻ ആരെയാ നോക്കുന്നേ? പൊന്മാൻ നിങ്ങളെയാണോ? നിങ്ങളെ നോക്കുന്നുണ്ടോ പൊന്മാൻ? ഇല്ല. പിന്നെ ആരെയാ? മഞ്ഞക്കിളികളെ നോക്കുന്നു.
മയിൽ ആരെയാ നോക്കുന്നത്? മയിൽ നിങ്ങളെ ആയിരിക്കും നോക്കുന്നേ. മയിൽ നിങ്ങളെയാണോ നോക്കുന്നേ? അല്ല, പിന്നെ ആരാ? മഞ്ഞക്കിളികളെ നോക്കുന്നു. അതെന്താ എല്ലാവരും ഇങ്ങനെ മഞ്ഞക്കിളികളെ നോക്കുന്നേ? നിങ്ങൾക്കറിയാവോ? അറിയാവോ? ടീച്ചർ പറയട്ടെ. ഈ മഞ്ഞക്കിളികളുണ്ടല്ലോ, മറ്റൊരു സ്ഥലത്ത് നിന്നും വന്ന കിളികളാ. ഇവരൊക്കെ ഈ നാട്ടിലെ കിളികളാണ്, ഈ നാട്ടിലെ പറവകളാണ് കേട്ടോ. ഇവരെല്ലാവരും കാക്കയും തത്തയും പ്രാവും പൊന്മാനും മയിലും അവരെല്ലാവരും ഈ നാട്ടിലുള്ളവരാ. പക്ഷേ ഈ മഞ്ഞക്കിളികൾ ഈ നാട്ടിലുള്ളവരല്ല കേട്ടോ. അവർ മറ്റൊരു ദേശത്ത് നിന്നും വന്നതാണ് കേട്ടോ. ഒത്തിരി ദൂരെ നിന്നും പറന്ന് 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 വന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇവരാരാ, ഇവരെന്താ ഇവിടെ എന്ന് പറഞ്ഞ് നോക്കുക കേട്ടോ. അപ്പോൾ ഈ മഞ്ഞക്കിളികൾ എവിടെന്നാ വന്നേ? ഒത്തിരി ഒത്തിരി അകലെ നിന്നും. അവരെങ്ങനെയാ വന്നേ? പറഞ്ഞേ. പറന്ന് പറന്ന് പറന്ന്. എങ്ങനെയാ പറന്നേ? ചിറകടിച്ച് പറന്ന് ചിറകടിച്ച് പറന്ന് പറന്ന് വരികയാണ് കേട്ടോ. എല്ലാവരും അതിശയത്തോടെ ഇതാരാ നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു നോക്കുക. ഈ മഞ്ഞക്കിളിയുടെ മുഖമൊന്ന് നോക്കിയേ. മഞ്ഞക്കിളിയുടെ മുഖം എങ്ങനെയാ? ഹാപ്പിയാണോ? അവർ മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതിൽ ഹാപ്പിയാണോ? സന്തോഷത്തോടെയുള്ള മുഖാണോ? അല്ല, പിന്നെയോ? വിഷമിച്ച് ദുഃഖത്തോടെയുള്ള മുഖമല്ലേ? കണ്ടോ, നല്ല ദുഃഖമാ. എന്താ കാരണമെന്നറിയാവോ? അവർ ഒത്തിരി ദൂരം പറന്ന് പറന്ന് വന്ന് ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. അവർക്ക് വിശക്കുന്നു. അവർക്ക് വിശക്കുന്നു കേട്ടോ. അവർ ഒത്തിരി ദൂരം പറന്നു, മറ്റൊരു നാട്ടിൽ നിന്നും വരുമല്ലേ. അപ്പോൾ ഒത്തിരി അകലെ നിന്നും വരുന്നതിനാൽ അവർ പറന്ന് 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 തളർന്നു പോയി. അവർക്ക് വിശക്കുന്നു. ആ തളർന്ന ഭാവം, ആ ഒരു ക്ഷീണ അവസ്ഥയാണ് അവരുടെ മുഖത്ത് കാണുന്ന. നോക്കിയേ, നിങ്ങളെങ്ങനെയാ വിശന്നു പോയാൽ എങ്ങനെയാ? ചിരിച്ചുകൊണ്ടിരിക്കുവോ? എത്ര പേരുണ്ട് വിശക്കുമ്പോൾ ചിരിക്കുന്ന? എനിക്ക് ഫുഡ് കിട്ടിയില്ലേ എന്ന് ചിരിക്കുവോ? ഇല്ല അല്ലേ? നിങ്ങൾ എന്തു ചെയ്യും? അമ്മയോട് പോയി പറയും, അമ്മേ വിശക്കുന്നു, എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറയുമല്ലേ. ഇവർ അങ്ങനെ ഭക്ഷണം തേടി നടക്കുക. അങ്ങനെ വന്നപ്പോൾ ദാ നോക്കിയേ, ഇവിടെ കുറച്ച് ചുവന്ന പഴങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? പഴങ്ങളുടെ നിറം എന്താ? ചുവപ്പ്. പഴങ്ങളുടെ നിറം എന്താ? ചുവപ്പ്. കാക്കയുടെ നിറം എന്തായിരുന്നു? കാക്കയുടെ നിറം കറുപ്പ്. വെരി ഗുഡ്. ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഈ തത്തയുടെ നിറം എന്ന് പറഞ്ഞേ. തത്തയുടെ നിറം എന്താ? മഞ്ഞയാണോ? മഞ്ഞത്തത്തയാണോ? നോ. തത്തയുടെ നിറം എന്താ? പച്ച. ഗ്രീൻ. പച്ച നിറം. ഗ്രീൻ കളർ. പച്ച നിറമാണ് ആർക്കാ? തത്തയ്ക്ക്. തത്തയുടെ ചുണ്ടിന് എന്താ നിറം? തത്തയുടെ ചുണ്ട് നോക്കി. തത്തയുടെ ചുണ്ടിന് എന്താ നിറം? ചുവപ്പ്. റെഡ് കളർ. ചുവപ്പാണ് കേട്ടോ, റെഡ് കളർ. തത്തയുടെ ചുണ്ടിന് എന്താ നിറം? ചുവപ്പാണ്. യെസ്, വെരി ഗുഡ്. അപ്പൊ കാക്ക, തത്ത, കറുപ്പ് നിറം, പച്ച നിറം. അത് നിങ്ങൾ പഠിച്ചു. വെള്ളരിപ്രാവിന് എന്ത് നിറമാ? വെള്ളരിപ്രാവിന് എന്ത് നിറമാണ്? വെള്ള നിറം. വൈറ്റ്. വൈറ്റ് കളർ. വെള്ള നിറം. വെള്ളരിപ്രാവിന് വെള്ള നിറം. പൊന്മാനും മയിലിനും എന്താ നിറം? നീല. പൊന്മാനും മയിലിനും എന്താ നിറം? നീല. ഓക്കെ. ഈ മഞ്ഞക്കിളികളുടെ നിറം എന്താ? മഞ്ഞ. മഞ്ഞക്കിളികളുടെ നിറം എന്താ? മഞ്ഞ. യെല്ലോ കളർ. യെല്ലോ, മഞ്ഞ. അപ്പോൾ ഈ നിറങ്ങളുടെ പേരൊന്ന് പറഞ്ഞേ. കറുപ്പ്, പച്ച, വെള്ള, നീല, മഞ്ഞ. നമ്മൾ മലയാളത്തിൽ പറയണം. മലയാളം എക്സാമിന് മലയാളത്തിൽ എഴുതണം. അവിടെ നിങ്ങൾ പോയി ബ്ലാക്ക്, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, യെല്ലോ. ടീച്ചർ മാർക്ക് തരത്തില്ല. അങ്ങനെ എഴുതാൻ പാടുണ്ടോ? ഇല്ല കേട്ടോ. അപ്പോൾ മലയാളം എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളത്തിൽ തന്നെ എഴുതണം. മലയാളം ക്ലാസ്സിൽ മലയാളത്തിൽ എഴുതണം. അപ്പോൾ മലയാളം പേരും പഠിക്കണ്ടേ? പഠിക്കണം. കാക്കയുടെ നിറം കറുപ്പ്. തത്തയുടെ നിറം പച്ച. പ്രാവിൻ്റെ നിറം, വെള്ളരിപ്രാവിൻ്റെ നിറം വെള്ള. പൊന്മാൻ്റെയും
മയിലിൻ്റെ നിറം എന്താ? നീല. മഞ്ഞക്കിളിയുടെ നിറം എന്താ? മഞ്ഞ. ഈ മഞ്ഞക്കിളി എന്തിനാ വന്നേ? എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഈ കാക്കയുടെ അടുത്തേക്കും ഈ തത്തയുടെ അടുത്തേക്കൊക്കെ ഈ മരക്കൊമ്പിലേക്ക് എന്താ വരുന്നേ? അവർക്ക് വിശക്കുന്നു. അപ്പം ഒരു മഞ്ഞക്കിളി പറഞ്ഞു, നോക്കി, അവിടെ ഒരു വലിയ മരം. ആ വലിയ മരം നിറയെ പഴങ്ങൾ, ചുവന്ന പഴങ്ങളാണ് കേട്ടോ. ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ, ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ. എത്ര പഴങ്ങളുണ്ടെന്ന് അറിയാവോ? 1, 2, 3, 4, 5, 6, 7. 7 എണ്ണമല്ല കേട്ടോ, നിറയെ ഉണ്ട്. നമുക്ക് 7 എണ്ണേ കാണാവൂ. എത്ര മഞ്ഞക്കിളികളുണ്ട്? 1, 2, 3, 4, 5, 6. 6 മഞ്ഞക്കിളികളും ഉണ്ട്. അപ്പോൾ അവർക്ക് വിശക്കുകയാണ്. അവർ മരത്തിനടുത്തേക്ക് വരുന്നു. കാരണം മരത്തിൽ നിറയെ എന്താ? ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ. അങ്ങനെ പഴങ്ങൾ കഴിക്കാനായിട്ട് ഈ മഞ്ഞക്കിളികൾ പറന്ന് പറന്ന് മരത്തിനടുത്തേക്ക് വരികയാണ്. അപ്പോഴുണ്ട് ഈ നാട്ടിലുള്ള പക്ഷികൾ അവരുടെ അവകാശം എന്ന് പറഞ്ഞിരിക്കുക, ഇത് ഞങ്ങളുടെ പഴങ്ങളാ, ഞങ്ങളുടെ നാട്ടിലെ മരം, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾക്ക് തരത്തില്ല എന്ന് കാക്ക പറഞ്ഞു, തത്ത പറഞ്ഞു, വെള്ളരിപ്രാവ് പറഞ്ഞു, പൊന്മാൻ പറഞ്ഞു. എന്താ അവർ പറഞ്ഞേ? ഇത് ഞങ്ങൾ തരത്തില്ല, ഇത് ഞങ്ങൾക്കുള്ള പഴമാണ്, നിങ്ങൾക്ക് തരത്തില്ല, നിങ്ങൾ ദൂരെ പോ 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 എന്ന് നിർബന്ധിച്ച് ഈ കാക്കയും തത്തയും വെള്ളരിപ്രാവും ഈ പറവകളോട്, മഞ്ഞക്കിളികളോട് പറഞ്ഞു. പിന്നെ ക്ലാസ്സിലേക്ക് പോകാവോ? അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 9746487799. ഇതുപോലെ നിങ്ങൾ കണ്ടതുപോലുള്ള ബാക്കി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും മാത്സ് ആയാലും 1ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.